Good afternoon. Good afternoon. മിസ്സിനെ കാണുന്നില്ലടാ. Sorry. Can you hear me? Yes. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ. നിഹാരൊരു അനിയനുണ്ടോ പഠിക്കാൻ? ഓക്കെ അല്ലേ? ഹിന്ദിയുടെ ബുക്ക് എടുത്ത് വെച്ചോ എല്ലാരും? ഓക്കെ ഓക്കെ. ഏത് ലെസണാണ് നമുക്ക് എടുക്കേണ്ടത്? ഏത് ലെസണാണ്? Afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. ഏത് ലെസണാ എടുക്കേണ്ടത് വേഗം പറയാമോ? കൗണ്ടിങ് എല്ലാവരും പഠിച്ചോ? കൗണ്ടിങ് പേജ് നമ്പർ 64 കൗണ്ടിങ്. മിസ് പറയുന്ന കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല? എന്തു പറ്റിടാ? ഇപ്പൊ കേൾക്കാമോ? Can you hear me? Yes. Yes. പഠിച്ചോ എല്ലാവരും? 1 മുതൽ 40 വരെ എല്ലാവരും പഠിക്കണേ. ഞാൻ 13 വരെ പഠിച്ചു. Okay, very good. Next lesson, 12th lesson, ഓണം. പേജ് നമ്പർ 65. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എപ്പോഴാണോ വരുന്നത് അന്ന് ഞാൻ 1 മുതൽ 20 വരെ നോട്ട് ബുക്കിൽ ഡിക്റ്റേഷൻ തന്നിരിക്കും. നിങ്ങൾ എല്ലാവരും എഴുതാൻ പഠിച്ചിട്ട് വരണേ. ഹസ്ന ഷെറിൻ ആരെയാ കൂടെ ഇരുത്തിരിക്കുന്നേ? ഹിന്ദി പഠിക്കാൻ. ഹായ്, ഹിന്ദി പഠിക്കാൻ ബുക്കൊക്കെ ഉണ്ടോ ഹസ്ന? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ലെസൺ ഓണം. എല്ലാവരും എടുത്തു വെച്ചേ ഓണം. നമുക്ക് ഓണത്തെ കുറിച്ച് പഠിക്കാം കേട്ടോ. പേജ് നമ്പർ 65. എല്ലാവരും പാഠഭാഗം നോക്കണേ. റിലു വീഡിയോ ഓൺ ചെയ്തേ. ആവണി മഹേഷ് വീഡിയോ ഓൺ ചെയ്തേ. നോക്കുക. പാടുക പരിചയം. മിസ് പറയുമ്പോ കൃത്യ പാഠഭാഗം നോക്കണേ. इस पाठ में केरल के प्रमुख ओणम त्योहार की कथा और मनाने के ढंग के बारे में बताया गया है. ഈ പാഠഭാഗത്തിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ഓണത്തെ കുറിച്ച്, ആ ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നതിനെ കുറിച്ചുമാണ് പറയുന്നത്. പാടുക ഉദ്ദേശ്. ഈ പാഠഭാഗം നിങ്ങൾക്ക് തന്നതിന്റെ ലക്ഷ്യം എന്താ? പാടുക ശുദ്ധ പഠൻ കർവാന. പാഠം നന്നായിട്ട് വായിച്ചു പഠിക്കാനും ഓണം കെ വിഷയമേ ജാൻകാരി ദേന. ഓണം എന്ന വിഷയത്തെ കുറിച്ച് കൂടുതൽ അറിവ് പറഞ്ഞു തരാനും തഥാ ഭാരതീയ സംസ്കൃതിക്ക് പ്രതി പ്രേമ തഥാ ലഗാവ് പൈദാ കർണ. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പാഠഭാഗം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായോ? പാഠഭാഗം തന്നതിന്റെ ലക്ഷ്യം മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? അതായത് ഓണത്തെ കുറിച്ച് കൂടുതൽ അറിവ് പറഞ്ഞു നൽകാനും അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു നൽകാനുമാണ്, കൂടുതൽ അറിവ് നൽകാനുമാണ് ഈ പാഠഭാഗം തന്നിട്ടുള്ളത്. ഓക്കെ, നോക്കുക. പാഠഭാഗം ശ്രദ്ധിക്കണം എല്ലാവരും. अम्मा अम्मा कल मेरे स्कूल की छुट्टी है, कल मैं खूब मस्ती करूंगा, ഭാഗ്യരാജ് ചഹക്കത്തെ ഹുയേ ബോല. ഇവിടെ ഭാഗ്യരാജ് എന്ന് പറഞ്ഞ ഒരു ബോയ് ഉണ്ട്, ഒരു കുട്ടിയുണ്ട്.
ആ കുട്ടി സ്കൂളിൽ നിന്ന് വന്ന ഉടനെ എന്താ പറഞ്ഞത്? അമ്മ അമ്മ എനിക്ക് നാളെ സ്കൂൾ അവധിയാണല്ലോ, ഞാൻ നാളെ അടിച്ചു പൊളിക്കും. എനിക്ക് ഹാപ്പി തന്നെ അല്ലേ? നമ്മൾ മുമ്പേ ഒക്കെ സ്കൂളിലുള്ള സമയത്ത്, ഇപ്പോഴും പിന്നെ കൊറോണ സമയം കഴിഞ്ഞിട്ട് ഇപ്പൊ തുറന്നതല്ലേ ഉള്ളൂ. മറ്റാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഞായറാഴ്ച അല്ലെ ഒരു സൺഡേ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ? ഒന്ന് സൺഡേ ആയി കിട്ടിയാൽ മതി. എന്തിനാ? അടിച്ചു പൊളിക്കാൻ, ഒരു ഹാപ്പി അല്ലേ? എല്ലാവരും വെച്ചൊന്ന് കളിക്കാനും എല്ലാം കൊണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഈ കുട്ടി പറഞ്ഞു, അമ്മേ എനിക്ക് നാളെ അവധിയാണല്ലോ, എനിക്ക് നാളെ ഹോളിഡേ ആണ്, അതുകൊണ്ട് ഞാൻ നാളെ എനിക്ക് സന്തോഷം തന്നെ, ഞാൻ നല്ല അടിച്ചു പൊളിക്കും നാളെ. അതേ, നാളെ പിന്നെ എന്തുകൊണ്ട് അവധിയില്ല? കാരണം കല്ല് ഓണം കാ ത്യോഹാർ ഹെ, അമ്മാനെ ഉത്തർ ദിയ. അപ്പൊ അമ്മ മറുപടി നൽകി. എന്താ ആൻസർ പറഞ്ഞത്? ശരിയാ, നാളെ എന്തായാലും അവധി തന്നെയാണ്, ഹോളിഡേ ആണ്. കാരണം നാളെ ഓണമാണല്ലോ, നാളെ ഓണമാണല്ലോ. അപ്പൊ പിന്നെ എന്തായാലും ഹോളിഡേ തന്നെയല്ലേ വേണ്ടത്. അപ്പൊ എന്താണ് ആ കുട്ടി ചോദിക്കുന്നത്? അമ്മ ഹം ഓണം ക്യോ മനാത്തെ ഹേ? മിസ് ഇപ്പൊ ക്ലാസ് ഇല്ലേ? എനിക്ക് നാലാം ക്ലാസ്സിന്റെ ഒന്ന് രജിസ്റ്റർ തന്നു മിസ്. അടന്നെ ഉണ്ടാവും രജിസ്റ്റർ. അമ്മ അമ്മ ഹം ഓണം ക്യോ മനാത്തെ ഹേ? അമ്മേ എന്തിനാണ് നമ്മള് ഓണം ആഘോഷിക്കുന്നത്? ആരാ ചോദിച്ചിട്ടുണ്ടാവുക? ഭാഗ്യരാജ് അല്ലേ? ഭാഗ്യരാജ് ചോദിക്കുന്ന അമ്മയോട്, അമ്മ നമ്മൾ എന്തിനാണ് ഓണം ആഘോഷിക്കുന്നത്? ഭാഗ്യരാജിനെ ഉത്സുകദാസെ പൂച്ച. നമ്മളെ അമ്മയോട് എന്തൊക്കെയോ സംശയങ്ങൾ നമ്മൾ ചോദിക്കാറില്ലേ? ഡൗട്ട് ചോദിക്കൂലേ? അമ്മേ അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ? നമ്മൾ അങ്ങനെ സംശയം അച്ഛനോട് ചോദിക്കുവാ? അച്ഛനാകുമ്പോ പേടി ഉണ്ടാവും അല്ലേ ചോദിച്ചുകൊണ്ടിരിക്കാൻ? അച്ഛൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് തിരക്ക് പിടിച്ച സമയത്താകുമ്പോ നമ്മൾ ചോദിച്ച ദിവസം നമ്മളോട് ദേഷ്യപ്പെടുക വെച്ചിട്ട് നമ്മൾ ആരോടാ ചോദിക്കുക? നമ്മളെ കൂടുതൽ സമയം നമ്മളെ കെയർ ചെയ്യുന്ന ആരാ? നമ്മുടെ കൂടെ ഉള്ളത് അമ്മ. ചിലവരുടെ പേരൻസ് അമ്മ ഇവിടെ ഉണ്ട്, പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. എന്നാലും നമ്മളെ എപ്പോഴും നമ്മളെ അമ്മയെ അടുത്ത് കിട്ടുമ്പോൾ നമ്മൾ സംശയങ്ങൾ ഇങ്ങനെ കൂടുതൽ ചോദിച്ചുകൊണ്ടേയിരിക്കും. അമ്മ അതുപോലെ തന്നെ നമുക്ക് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ? തിരക്ക് പിടിച്ച ജോലി ടൈമിലാ അമ്മ ചോദിക്കുന്നത് എന്ത് പറയും? നീ ഒന്നും മിണ്ടാതിരുന്നേന്ന് പറയും അല്ലെ നിഹാരെ? എന്ത് പറയും? നീ ഒന്നും മിണ്ടാതിരുന്നേ, അങ്ങനെ പറയില്ലേ? അപ്പൊ നമുക്ക് നല്ല സ്നേഹത്തിൽ പറഞ്ഞിരുന്നത് ആരാണ്? അമ്മ തന്നെയാണ്. അപ്പൊ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, अम्मा ने मुस्कुराते हुए कहा, बेटा यह त्योहार राजा महाबली के स्वागत में हर वर्ष मनाया जाता है. മോനെ ഈ ഫെസ്റ്റിവല് മഹാബലി രാജാവിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ വർഷവും ആഘോഷിക്കുന്നത്. എന്തിനാ ഓണം ആഘോഷിക്കുന്നത്? മഹാബലി രാജാവ് നമ്മുടെ രാജ്യത്തിലേക്ക് വരും അല്ലേ? നമ്മുടെ രാജ്യത്തിലെ പ്രജകളെ കാണാൻ വരും. അപ്പൊ അവരെ വെൽക്കം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്താഘോഷിക്കുന്നത്? ഓണം. നിഹാരേനെ അനിയൻ കൂട്ടൻ ശല്യം ചെയ്യുന്നുണ്ടോ? അതിന് ചെയ്യണ്ട, അവിടെ നിന്നോട്ടെ, അടങ്ങിയിരിക്കണേ മോനെ. അപ്പോ യഹ് രാജാ ബലി കി പൗരാണിക കഥ സെ ജുഡാ ത്യോഹാർ ഹെ. ഇത് മഹാബലി രാജാവിന്റെ ഒരു പുരാണ കഥ ഇതിന്റെ പിറകിലുണ്ട്. എന്തിന്റെ പിറകില്? ഏത് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നതിന്റെ പിറകില്? ഇല്ല, രണ്ടരക്ക് എനിക്കുണ്ട്. രണ്ടരക്ക് ഞാനും വരുവേ. അപ്പൊ ഒരു പുരാണ കഥ ഇതിന്റെ പിറകെ ഉണ്ടല്ലേ, ഈ ഫെസ്റ്റിവലിന്റെ പുറകെ. അപ്പൊ ഭാഗ്യരാജിനെ ഉത്സുക ഹോക്കർ പൂച്ച കൈസി കഥ അമ്മ. അപ്പൊ ഭാഗ്യരാജ് സംശയത്തോടെ വീണ്ടും ചോദിക്കുന്ന, ആകാംക്ഷയോടെ, എന്താ കഥ അമ്മ? ഒന്ന് കഥ പറഞ്ഞുതരുമോ? എന്താണ് ആ കഥ? അമ്മാനെ ഭാഗ്യരാജ് കോ ബതായ. അപ്പൊ ആ അമ്മ ഭാഗ്യരാജിനോട് പറഞ്ഞു, കേരൾ രാജ്യമേ മഹാബലി നാമക്കെ രാജ് കർത്തേ ഥേ. കേരള രാജ്യത്തിലെ മഹാബലി എന്നു പേരുള്ള ഒരു രാജാവ് ഭരണം നടത്തിയിരുന്നു മുമ്പേ. ആരാ ഭരണം നടത്തിയത്? ആരാണ്? മഹാബലി രാജാവ് അല്ലേ? മഹാബലി രാജാവ് ഭരണം നടത്തിയിരുന്നു. അദ്ദേഹം ഭഗവാൻ വിഷ്ണു കെ ഭക്ത് ഔർ മഹാദാനി ഥേ. ഈ മഹാബലി രാജാവ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നല്ല ഭക്തനാണ്, കൂടാതെ മഹാദാനി ഥേ,
നല്ല പോലെ ദാനം ചെയ്യുന്ന ആളാണ്. എന്താ മഹാദാനി എന്ന് പറഞ്ഞാല്? ദാനി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ദാനം ചെയ്യുന്നവൻ അല്ലെ ദാനം ചെയ്യുന്നവൾ. മഹാദാനി എന്ന് പറഞ്ഞാലോ നല്ല പോലെ ദാനം ചെയ്യുന്നത്. എങ്ങനെയാ മഹാദാനിയാവുക? എങ്ങനെയാന്ന്? ഇപ്പൊ റിലു ആബിദ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. റിലു ആബിദിന്റെ കയ്യിൽ നല്ല ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടെന്ന് വിചാരിക്ക്. റിലു ആബിദിന്റെ അടുത്ത് മുഹമ്മദ് ഷെസിന് എടുക്കാം. നമുക്ക് മുഹമ്മദ് ഷെസിന്റെ അടുത്ത് ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്, റിലുവിന്റെ അടുത്ത് ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടെന്ന് വിചാരിക്ക്. അപ്പൊ അവിടെ ഒരു ഭിക്ഷക്കാരൻ വന്നു. എന്നിട്ട് എവിടുന്നെങ്കിലും കഷ്ടിച്ച് പെരുതി അന്വേഷിച്ച് 1 രൂപ എടുത്ത് അങ്ങ് കൊടുത്തു. ഒന്ന് പോയാടുന്നെന്ന് പറഞ്ഞിട്ട് 1 രൂപ കൊടുത്തു. അത് മഹാദാനിയാവുക? ഇല്ല ഇല്ല അല്ലേ? അത് പിശുക്കന്മാര് അല്ലേ? പിശുക്കന്മാര് അങ്ങനെ കൊടുക്കലല്ലേ? ഇഷ്ടംപോലെ ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു 500 രൂപയിൽ എടുത്തു കൊടുത്താലോ എന്തായി? അല്ലെങ്കിൽ 100 രൂപ ഒരു ഭക്ഷണം കഴിക്കുക, ഒരു ഫുഡ് ചോറ് വാങ്ങി കഴിച്ചോട്ടെ അദ്ദേഹം എന്ന് വെച്ചിട്ട് 100 രൂപ കൊടുക്കുന്നെങ്കിലോ എന്തായി മാറിയ അയാള്? മഹാദാനിയായി. അത് വിചാരിച്ചു മിസ് സജിത മിസ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് പൈസ ഒന്നും എടുത്തിട്ട് ആർക്കും കൊടുത്തതല്ലേ? ഞാൻ മഹാദാനി ആയിക്കോട്ടെ, സജിത മിസ് പറഞ്ഞിനി ഞനക്കൊരു മഹാദാനി ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് സിദ്ധാന്തേ അമ്മ വരുമ്പോ വീട്ടിലെ പൈസ എല്ലാം എടുത്തിട്ട് വഴിക്കേ പോകുന്നവർക്കൊന്നും എടുത്ത് കൊടുത്തക്കല്ലേ? മിസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താണ് മഹാദാനി എന്ന് പറഞ്ഞാല്? അതിന്റെ അർത്ഥമാണ് ഇപ്പൊ പറഞ്ഞു തന്നത്. ആരാധ്യേ കയ്യിൽ എന്താ? അപ്പൊ മഹാദാനി പറഞ്ഞ എന്താണ്? കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ? കൂടുതൽ ദാനം ചെയ്യുന്നവരാ മഹാദാനി. അപ്പൊ ഈ മഹാബലി രാജാവ് അങ്ങനെയുള്ള ഒരു മഹാദാനിയാണ്. വേ ഇത്രേ ശക്തിശാലി और പ്രതാപി थे ദേവതാ भी उनसे भयभीत रहते. അയാൾ നല്ല ശക്തിശാലിയാണ്. അപ്പൊ അയാളെ ശക്തിശാലി കാരണം ദേവതകൾക്കൊക്കെ അദ്ദേഹത്തെ നല്ല പേടിയാണ്. महाबली संपूर्ण पृथ्वी को जीतने के बाद स्वर्ग पर आक्रमण करने की तैयारी करने लगे. അങ്ങനെ രാജാ മഹാബലി എന്താണ് സൗണ്ട് വരുന്നത്? നിങ്ങൾക്ക് ക്ലിയർ ആയി കേൾക്കുന്നില്ലേ മക്കളെ? യെസ്. അപ്പോ എന്താണ്? महाबली संपूर्ण पृथ्वी को जीतने के बाद स्वर्ग पर आक्रमण करने की तैयार. എന്ത് പറ്റി റിലു? റിലു എന്താ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നേ? എന്ത് പറ്റി? മിസ്സേ ഇപ്പൊ ഉറങ്ങിയെണീച്ചതാണ്. മിസ്സേ ഉറങ്ങിയെണീച്ചതാണ്. അന്ന് ഇത്ര വൈകി ഉറങ്ങി എഴുന്നേൽക്കാൻ? 1 മണിക്കാ ഉറങ്ങി എഴുന്നേൽക്കുന്നേ? അതല്ല മിസ്സേ, ഞാൻ സ്കൂളിൽ വരാൻ ഇറങ്ങിയപ്പോ ബസ് വരുന്ന കാണുന്നില്ല. എന്നിട്ട് സാറ് വിളിച്ചിട്ട് സാറ് പറഞ്ഞു ഇങ്ങോട്ട് ബസ് ഇല്ല. എന്നിട്ട് ഞാൻ ദിവസത്തിൽ ഉറങ്ങിയതാണ്. അയ്യോ, സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ ബസ് ഇല്ലാന്ന് പറഞ്ഞോടും പോയിട്ട് പിന്നെ കിടന്നുറങ്ങുക ചെയ്യണ്ട്? കിട്ടിയ ചാൻസ് തന്നെ അല്ലേ? ഉറങ്ങി എഴുന്നിട്ട് ക്ഷീണം അതല്ലേ മുഖത്ത് കാണുന്നത്? ആഹാ. അപ്പൊ ഇവിടെ നോക്കുക. ഇപ്പൊ രാജാ മഹാബലി രാജാവ് ഭൂമിയെ കൈയടക്കിയതിനു ശേഷം അദ്ദേഹം സ്വർഗവും ആക്രമിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പേജ് നമ്പർ 66. എല്ലാവരുടെ മുന്നിലുണ്ടോ അത്? പേജ് നമ്പർ 66 ഓക്കെ ആണല്ലോ? राजा बलि से भयभीत देवताओं ने भगवान विष्णु से प्रार्थना की. മഹാബലി രാജാവിനെ പേടിച്ചരണ്ട ദേവതകള് ആരെയാണ് അഭയം പ്രാപിച്ചത്? ഭഗവാൻ മഹാവിഷ്ണുവിനെ. उनकी पुकार सुनकर भगवान विष्णु ने वामन अवतार धारण करके महाबली से दान में 3 पग भूमि मांगी. അപ്പൊ ദേവതകളുടെ അപേക്ഷ മാനിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ആരായി മാറി? വാമനന്റെ അവതാരമായി മാറുകയും അദ്ദേഹം വന്നിട്ട് മഹാബലിയോട് ദാനമായിട്ട് 3 അടി മണ്ണ് ആവശ്യപ്പെടുകയും ചെയ്തു. 3 അടി മണ്ണ്. भगवान विष्णु ने 2 पग में ही संपूर्ण पृथ्वी और आकाश को नाप दिया. ഭഗവാൻ വിഷ്ണു ഭൂമിയും ആകാശവുമായിട്ട് 2 അടി അളന്നു കൊടുക്കുകയും
ഭാഗ്യരാജിനെ ആശ്രയിച്ച് പൂച്ച. അപ്പൊ 2 അടി മാത്രല്ലല്ലോ ചോദിച്ചത്, എത്ര അടി ചോദിച്ചത്? 3 അടിയാ ചോദിച്ചത് അല്ലേ, 3 അടി മണ്ണ്. അപ്പോ ഭാഗ്യരാജ് ചോദിച്ചു അമ്മയോട്, അമ്മ അപ്പൊ 3ാമത്തെ അടി എവിടെയാ കൊടുത്തത്? 3ാമത്തെ അടി 3 അടി വേണ്ടേ? अम्मा फिर तीसरा पग उन्होंने कहाँ रखा? बेटा तीसरे पग के लिए महाबली ने अपना सिर आगे कर दिया. 3ാമത്തെ അടി മണ്ണിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താ കൊടുത്തതെന്നറിയോ? മഹാബലി തല കുനിച്ചു നൽകി. തല, മഹാബലിയുടെ തലയിലാണ് 3ാമത്തെ അടി അളന്നു കൊടുത്തത് അല്ലേ. ഭഗവാൻ വിഷ്ണു കെ തീസരാ പഗ് രഖത്തെ ഹി വഹ് പാതാൾ മേ ദംസ് ഗയാ. ഭഗവാൻ വിഷ്ണു 3ാമത്തെ അടി അപ്പൊ കാലെടുത്ത് വെച്ചപ്പോ അദ്ദേഹം എവിടെ എത്തി? മഹാബലി എവിടെ എത്തി? പാതാളത്തിലെത്തി. उसकी दानवीरता से खुश होकर भगवान विष्णु ने उसे പാതാള ലോക का स्वामी बना दिया. അയാൾ ദാനം ചെയ്യുന്ന ആളല്ലേ, അപ്പൊ 3 അടി മണ്ണ് ചോദിക്കുമ്പോ അയാള് ഭൂമി മുഴുവനും കൊടുത്തു, ആകാശം മുഴുവനും കൊടുത്തു. 3ാമത്തെ അടി മഹാബലി രാജാവിന്റെ തലയിലും കൊടുത്തു. അപ്പൊ പിന്നെ അയാൾക്ക് താഴെ എവിടെ എത്തി? പാതാളത്തിലെത്തി. വാമനൻ ചവിട്ടിയപ്പോഴേ അയാള് പാതാളത്തിലെത്തി. വാമനായിട്ട് ആരാ അവതാരം ചെയ്തത്? ഭഗവാൻ മഹാവിഷ്ണു ആണ്. അപ്പൊ അദ്ദേഹം ഇയാളുടെ ദാനശീലത കണ്ടുകൊണ്ട് സന്തോഷം തോന്നി അദ്ദേഹം പാതാളത്തിലെ അധിപനാക്കി മാറ്റി. മഹാബലി അപ്നി രാജിക്ക് പ്രജാസെ അത്യന്ത പ്രേം കർത്തത. മുമ്പേ മഹാബലി രാജാവിന് തന്റെ പ്രജകളോട് നല്ല ഇഷ്ടായിരുന്നു. സദ്ദാം മിസ്രി ഇപ്പൊ നിങ്ങളെല്ലാം ഇഷ്ടല്ലേ അല്ലേ? അതിനും ഉണ്ടെന്നില്ലല്ലോ. സജിത മിസ് നല്ല ഇഷ്ടമാണ് 4th കുട്ടികളെ, കുഞ്ഞു മക്കളെ എല്ലാം പറഞ്ഞത് അനുസരിക്കുന്ന മക്കള്. അതാ നിഹാരയുടെ കുഞ്ഞു മോനെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ആരാണ്? ഹസ്ന ഷെറിൻ. ആരാണോ കൂടെ ഉണ്ടത് ഒരു കുഞ്ഞു മോനെയും കൊണ്ട്? അപ്പൊ എന്താണ്? മിസ്രി ഇഷ്ടമാണ്. അപ്പൊ അതേപോലെ തന്നെ മഹാബലി രാജാവിന് അവരെ പ്രജകളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് इसलिए भगवान विष्णु ने महाबली को वर्ष में एक बार अपने राज्य में आने का वरदान दिया. അതുകൊണ്ട് ഭഗവാൻ വിഷ്ണു മഹാബലിയോട് പറഞ്ഞു, നീ ഓരോ വർഷവും തന്റെ രാജ്യത്തിലേക്ക് വന്നോളൂ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വരം നൽകി. कहते हैं कि ഇത് പറഞ്ഞു, जिस दिन राजा महाबली भ्रमण करने अपने राज्य में आते हैं उस दिन को കേരളവാസി ഓണം के रूप में मनाते हैं. ഇപ്പൊ മനസ്സിലായ ഓണം എന്താന്ന്? ഏത് ദിവസമാണോ മഹാബലി രാജാവ് തന്റെ പ്രജകളെ കാണാൻ കേരളത്തിലേക്ക് വരുന്നത് അന്നാണ് കേരളത്തിലെ ജനങ്ങള് എന്താഘോഷിക്കുന്നത്? ഓണം. ഓണം വെറുതെ സദ്യ ഉണ്ണാൻ വേണ്ടിട്ട് മാത്രല്ല കേട്ടോ, പായസം കുടിക്കാനും സദ്യ ഒരു 10-15 കറിയും കൂട്ടി ഭക്ഷണം കഴിക്കാനല്ല. ഇതാണ് അതിന്റെ കഥ. എന്ത്? തന്റെ പ്രജകളെ കാണാൻ വേണ്ടി മഹാബലി രാജാവ് തന്റെ പ്രജകളെ കാണാൻ വേണ്ടി നാട്ടിലോട്ട് വരുന്നത് ആ ദിവസമാണ്. എന്താ ആഘോഷിക്കുന്നത്? ഓണം. അമ്മാനെ ഭാഗ്യരാജുക്കോ സമച്ചാത്തെ ഹുയെ കഹ. അമ്മ ഭാഗ്യരാജിന് വ്യക്തമായി കഥ പറഞ്ഞു കൊടുത്തു. അമ്മ ഓണം കൈസേ മനാത്തെ ഹേ ഭാഗ്യരാജിനെ പൂച്ച. അപ്പൊ അമ്മ ഓണം എങ്ങനെ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചു. ആര്? ഭാഗ്യരാജ്. നിങ്ങളെപ്പോലെ തന്നെ സംശയം, ഭയങ്കര സംശയം ഭാഗ്യരാജിന്. ഓണം എന്താന്ന് മനസ്സിലാക്കിയപ്പോഴാ ചോദിച്ചത് ഓണം എങ്ങനെയാ ആഘോഷിക്കുന്നത് എന്ന്. അപ്പൊ നെക്സ്റ്റ് പേജ് എടുത്തോ, പേജ് നമ്പർ 67. यह त्योहार 10 दिनों तक मनाया जाता है. ഈ ഫെസ്റ്റിവല് 10 ദിവസം ആഘോഷിക്കുന്നുണ്ട്. लोग आंगन को रंग बिरंगे फूलों की रंगीली से सजाते हैं. ജനങ്ങള് എന്താണ് വീട്ടുമുറ്റത്ത് പല നിറങ്ങളിലുള്ള പൂക്കളുണ്ട് പൂക്കളം വരക്കും. ജിസെ പൂക്കളം കഹത്തെ ഹെ. അതിനെയാണ് ജനങ്ങൾ പൂക്കളം എന്ന് പറഞ്ഞു. ഓണപ്പൂക്കളം, അത്തപ്പൂക്കളം എന്നൊക്കെ. ഹസ്ന ഷെറിന്റെ കയ്യിൽ എന്താ? മൗസോ. फूलों की रंगीली की बीच में दीपक रखा जाता है जिसे कुलवेलक कहते हैं. ഇനി ഈ പൂക്കളത്തിന് നടുവിലായിട്ട് ഒരു ലൈറ്റ്, അതായത് ഒരു വിളക്ക് കൊളുത്തി വെക്കും. അതിനെ കുലവേലക എന്ന് പറയുന്നു. भगवान को चावल गुड़ घी तथा दूध से बनी खीर का भोग लगाया जाता है. പിന്നെ അതുപോലെ ഭഗവാൻ, അതായത് മഹാബലി രാജാവ് വരുമ്പോഴേക്കും
നല്ല ഫുഡ് ഉണ്ടാക്കി വെക്കും ജനങ്ങള്. അതായത് കേരളത്തിലെ ജനങ്ങള് നല്ല ഫുഡ് ഉണ്ടാക്കും. അതില് കൂടുതലും അരി, വെള്ളം, നെയ്യ്, പാല് ഇതൊക്കെ കൊണ്ട് ഉപയോഗിക്കുന്ന പായസമൊക്കെ നിർമ്മിച്ച് നൽകുമായിരുന്നു. ബാലികായേം और महिलाएं സാമൂഹിക നൃത്യ करते हैं जिसे കൈകൊട്ടിക്കളി कहा जाता है. പിന്നെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഗ്രൂപ്പ് ഡാൻസ്, അതായത് സാമൂഹിക നൃത്യം, അതിനെയാണ് നമ്മൾ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞത്. കൈകൊട്ടിക്കളി, തിരുവാതിര എന്ന് പറഞ്ഞില്ലേ, തിരുവാതിര, അതാണ്. घर के बड़े बच्चों को उपहार देते हैं. വീട്ടിലെ മുതിർന്ന കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടും ഓണത്തിന്. ഓണം के अवसर पर नौका दौड़ का आयोजन भी किया जाता है. ചില സ്ഥലങ്ങളിലെ വള്ളംകളി ഉണ്ടാവും. വള്ളംകളി പറഞ്ഞാൽ അറിയാ? കണ്ട താഴെ തോണിയില് കുറേ തോണി നിരത്തി വെച്ചിട്ട് അതിൽ കുറേ ആൾക്കാരുണ്ടാവും, മത്സരിക്കുന്ന ആൾക്കാർ. എന്നിട്ട് തോണി ഏറ്റവും മുന്നിൽ ആരാണോ കൊണ്ടുപോകുന്ന അവർക്കാണ് അന്നത്തെ ട്രോഫി. വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി ഒന്നും കേട്ടിട്ടില്ലേ? ഇല്ലേ? അയ്യോടാ, കേട്ടില്ല അല്ലേ? इसके साथ ही शाही हाथियों का शानदार समारोह भी होता है. फसल पकने की खुशी में लोगों के मन में नई उमंग, आशा और नए विश्वास का संचार होता है. പിന്നെ അതുപോലെ എല്ലാ ജനങ്ങളും എന്താണ്, നല്ല ഹാപ്പി ആയിട്ടാണ് ഈ ആഘോഷം നടത്തുന്നത്. ഏത് ആഘോഷാ പറഞ്ഞത്? ഏത് ഫെസ്റ്റിവലിനെ കുറിച്ചാ പറഞ്ഞത്? പറഞ്ഞോ? ओणम. यस, इस प्रकार यह उत्सव हर्ष और उल्लास के साथ हर वर्ष मनाया जाता है. അമ്മാനെ ഭാഗ്യരാജ് മതായ. അപ്പൊ അമ്മ ഭാഗ്യരാജിനോട് പറഞ്ഞു, ഇങ്ങനെ ഈ ഫെസ്റ്റിവൽ എല്ലാവരും സന്തോഷത്തോടു കൂടി എല്ലാ വർഷവും ആഘോഷിച്ചു വരുന്നു. അരേ വാഹ് അമ്മ, ഓണം കി ബാരെ മേ ഇത്നാ സബ് കുച്ച് തോ മുझे आज ही पता चला. ഓ എന്റെ അമ്മയെ, എനിക്ക് ഇത്രയും നാള് ഓണത്തെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. സബ് കുച്ച് തോ മുझे आज ही पता चला. ഇന്നാണ് എനിക്ക് ഓണത്തെ കുറിച്ച് ഇങ്ങനെല്ലാം കഥയുണ്ടെന്ന് മനസ്സിലായത്. അല്ലേ ആവണി? ഇങ്ങനെല്ലാം കഥയുണ്ടെന്ന് അറിഞ്ഞിനാ ആവണി മഹേഷേ? ഇല്ല അല്ലേ? अब मैं इसके बारे में अपने सभी साथियों को बताऊंगा. ഇന്ന് ഈ കഥയൊക്കെ ഞാൻ അറിഞ്ഞത് കൊണ്ട് ഞാൻ ഓണത്തെ കുറിച്ചുള്ള കഥയൊക്കെ എൻ്റെ കൂട്ടുകാർക്കും ഞാൻ പറഞ്ഞു കൊടുക്കും. चहकते हुए ഭാഗ്യരാജ് അമ്മ കെ സാത്ത് ഓണം കി തയ്യാറോ മേ ജുട് ഗയേ. ഇതും പറഞ്ഞുകൊണ്ട് അവൻ ആവേശത്തോടു കൂടി, പിറ്റേ ദിവസം എന്താണ്, ഹോളിഡേ, ഓണാന്നല്ലേ, ഓണത്തിന് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പിനും വേണ്ടി അമ്മയുടെ കൂടെ അവൻ നിന്നു. അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. എന്തിന്? പിറ്റേ ദിവസം അവർക്ക് ഓണാന്ന്, ഹോളിഡേ ആണ്, ഓണായതുകൊണ്ട്. അപ്പൊ ഓണത്തിന് വേണ്ടി എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ക്ലിയർ ആയോ മക്കളെ ആ ലെസൺ? ഓണത്തെ കുറിച്ച് മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതിന്റെ വേർഡ് മീനിങ് ഒന്ന് എല്ലാവരും എഴുതിയെടുത്തിട്ടൊന്ന് പഠിക്കണേ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവരും ഈ പാഠഭാഗം ഒരു 3-4 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് വരിക കേട്ടോ. ഓക്കെ, ബൈ, സീ യു. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിക്കണം. ഒരു 3-4 പ്രാവശ്യം വായിക്കണം. 5 പ്രാവശ്യം വായിച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, യെസ്. നമ്മളെ 10th ലെസന്റെ ക്വസ്റ്റ്യൻസ് മിസ് അയച്ചിട്ടില്ല. അതുപോലെ 11th ചാപ്റ്ററിന്റെ ഇത് അയച്ചിട്ടില്ല, വർക്കുകളും 11th 10th അതിനിപ്പോ മിസ് അയച്ചുതരാം കേട്ടോ. 10th മുതൽ മിസ് ഇപ്പൊ അയച്ചുതരാം. നിങ്ങൾ എഴുതിയില്ലെങ്കിൽ ഒന്ന് എഴുതിയെടുക്കണേ. 10th അവൻ 11th കേട്ടോ. ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ അയച്ചുതരും. ഗ്രൂപ്പിൽ നോക്കിയിട്ട് എല്ലാവരും എഴുതി കംപ്ലീറ്റ് ആക്കണേ. ഓക്കെ, ബൈ, സീ യു. പോയി ഫുഡ് കഴിച്ചു നല്ല മക്കൾ. ഓക്കെ, ബൈ. ബൈ മിസ്. ബൈ ബൈ. താങ്ക് യു മിസ്. ഓക്കെ താങ്ക് യു മിസ്. ഓക്കെ ബൈ മിസ്. ഓക്കെ താങ്ക് യു മിസ്. ഓക്കെ, ബൈ.